ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൈദ അബ്ദുൽ സലാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സൈദാസ് വേൾഡ് എന്ന ചാനലിലേക്ക് ഇന്നൊരു ചെറിയൊരു ചിന്ന സെലിബ്രേഷനാണ് ഞങ്ങളിവിടെ. ഞാനിപ്പം എൻ്റെ ഫ്രണ്ട് ഹസ്നന്റെ വീട്ടിലാണുള്ളത്, ഷാർജയിലാണ് ഉള്ളത്. അപ്പം എൻ്റെ സൈദാസ് വേൾഡ് എന്ന ചാനല് 1K ആയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം 1000 സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു സെലിബ്രേഷനാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ 2 ദിവസം കൊണ്ട് തന്നെ ഇന്നിപ്പോ 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരു 1950, 60, 70 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു സന്തോഷമുണ്ട്, നല്ല സന്തോഷത്തിലാണ് ഞങ്ങള്. അപ്പൊ ഇത് രണ്ടും അസ്നന്റെ മക്കളാണ്. എന്റെ പ്രീ ഡിഗ്രി മേറ്റ് ആണ് അസ്ന. ഞങ്ങള് ഭയങ്കര കട്ട കമ്പനി ആയിരുന്നു. അപ്പം അസ്നന്റെ മക്കളാണിത്. ഇത് അനു, ഇത് മിയക്കുട്ടി. അപ്പൊ ഞങ്ങള് ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒരു സെലിബ്രേഷനിലാണ്. അപ്പൊ എന്താ പറയാ, ഒരു കോ ഇൻസിഡൻസ് പോലെ എന്നൊക്കെ പറയാം. യാദൃശ്ചികമായിട്ട് തന്നെ ഇന്ന് ഞാൻ അസ്നന്റെ വീട്ടിൽ എത്തിപ്പെട്ടു. എന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആദ്യമായിട്ട് അസ്നന്റെ ഭർത്താവ് മുസമ്മിലാക്കാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. അതൊരു 2016 ഞാനൊരു ഇന്റർനാഷണൽ കുക്കിംഗ് കോമ്പറ്റീഷനിലെ റണ്ണറപ്പ് ആയ സമയത്ത് അതിന്റെ ന്യൂസൊക്കെ അറിഞ്ഞ് അതിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ മുസമ്മിലാക്ക എന്നോട് ആദ്യമായിട്ട് പറയുന്നത്, സൈദ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന പറഞ്ഞിട്ട്. അന്ന് എനിക്ക് എന്താണ് യൂട്യൂബ് എന്താണെന്ന് ഒന്നും അറിയില്ല, എങ്ങനെ തുടങ്ങുന്നൊന്നും. അത് 2016 സെപ്റ്റംബറിലായിരുന്നു. അപ്പം അപ്പോഴെനിക്ക് തുടങ്ങാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ തുടങ്ങിയത് 2018 ഞാൻ തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണ് ഞാൻ തുടങ്ങിയത്. അപ്പം എന്തായാലും അത് ഇതിന്റെ ഒരു 1K സെലിബ്രേഷൻ വന്നിട്ട് അസ്നന്റെ വീട്ടിൽ തന്നെ ആയി, മുസമ്മിലാക്കാന്റെ വീട്ടിൽ തന്നെ ആയി. അപ്പൊ അതും ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. താങ്ക് യു. എനിക്ക് യൂട്യൂബ് ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചു, എന്നെ ഒരുപാട് എനിക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ, യൂട്യൂബ് എന്താണെന്നൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നെ എനിക്ക് പറഞ്ഞു തന്നത്. എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു ഫ്രണ്ടിനെ കിട്ടിയതാണ്. എനിക്ക് പരിചയമൊന്നുമില്ല, ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. റംഷീന എന്ന് പറയും, റംഷി. അവളെ ചാനൽ ലേഡീസ് പ്ലാനറ്റ് ആണ്. ഒരു 2 ലക്ഷത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 2.5 ലക്ഷത്തിന്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ലേഡീസ് പ്ലാനറ്റ്. എല്ലാവരും കാണാത്തവരൊക്കെ പോയി നോക്കണം. ഒരുപാട് നല്ല, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുടെ ഒരുപാട് നല്ല വെറൈറ്റി വീഡിയോസ് അതിലുണ്ട്. ഇന്നോവേറ്റീവ് ഡിഷുകൾ, ഒരുപാട് ഇന്നോവേറ്റീവ് ഡിഷുകൾ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ലേഡീസ് പ്ലാനറ്റ് എന്നാണ് ആ ചാനലിന്റെ പേര്. അപ്പം എനിക്ക് അവളോട് ഒരുപാട് കടപ്പാടുണ്ട്. ലേഡീസ് പ്ലാനറ്റ് ബൈ റംഷി. അവളോട് പെരിന്തൽമണ്ണക്കാരിയാണ് അവള്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് പറയാണ്. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 1K സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷം പങ്കുവെച്ചിട്ട്. ഇന്ന് കേക്ക് കട്ടയിലൊക്കെ ആയതുകൊണ്ട് ഇപ്പം അതുകൂടി ചെയ്തപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും കൂടി വന്നിട്ടുണ്ട്. ഇപ്പം 2000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പിന്നെന്താ പറയാ, അപ്പൊ ഞാനൊരു 15 വർഷം മുമ്പ് ചുരിദാറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചുരിദാറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിൽ ഒരു പച്ച കളർ ചുരിദാർ. അപ്പം കമന്റ്സ് വന്നു, തള്ളാന്ന് പറഞ്ഞിട്ട്. എന്തിനാ ഇങ്ങനെ തള്ളുന്നെന്ന് പറഞ്ഞിട്ട്, എന്തിനാ ഒരു യൂട്യൂബ് ചാനൽ വെച്ചിട്ട് തള്ളേണ്ട ആവശ്യം. എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുള്ളത്. ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എന്റെ എല്ലാ ഡ്രസ്സുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. എന്റെ എല്ലാ ഡ്രസ്സുകൾക്ക് ഇതിനെ കുറിച്ച് ഓരോ കഥകൾ പറയണം. അപ്പൊ ഞാനിപ്പോ ഈ ഇട്ട ഡ്രസ്സിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ പോണത്. ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 2011 ഞാൻ ഷാർജയിൽ വന്നപ്പോൾ മേടിച്ചതാണ്. ഒരു പാവാടയും കുപ്പായാണ്, ഒരു മിഡിയും ടോപ്പുമായിട്ടാണ് ഇതുള്ളത്. അപ്പം ഇത് ഓൺലി ഒരു 10 ദിർഹംസിന്റെ ആണിത്. 10 ദിർഹംസിന്റെ ഒരു പാവാടയാണ്, 10 ദിർഹംസിന്റെ ടോപ്പാണ്. ഒരു മലേഷ്യൻ ഡ്രസ്സ് പോലെയൊക്കെ തോന്നും. മലേഷ്യൻ ഡ്രസ്സാണെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കൊണ്ടുവരാനും കാരണം ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. എപ്പോൾ പുറത്തു പോകുമ്പോഴും ഈ ഡ്രസ്സാണ് എന്നോട് ഇടാൻ പറയാം.
അപ്പം ബാബുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പക്ഷെ എന്നാലും എൻ്റെ അമ്മാക്കും ബാബുവിൻ്റെ അമ്മാക്കും തീരെ ഇഷ്ടമല്ല ഞാനിത് ഇടുന്നത്. അവരെന്നും കംപ്ലൈന്റ്. ഞാനിത് ഇട്ട് ഇറങ്ങിയാൽ ബാബുവിന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബാബുവിന്റെ കൂടെ പോകുമ്പോൾ മിക്കപ്പോഴും ഇത് ഇടാറുണ്ട്. പക്ഷെ ബാബുവിന്റെ അമ്മയൊക്കെ പറയാം അവള് അണ്ണാച്ചി ഡ്രസ്സ് ഇട്ട് ഇറങ്ങി, അവള് അത് എന്ത് ഡ്രസ്സാണ് ഇത് ഇട്ടിട്ട് വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ലേ ചോദിക്കും പുറത്ത് പോകുമ്പോ ഇറങ്ങിയിട്ട്. അതുപോലെ എൻ്റെ അമ്മക്കും എൻ്റെ അമ്മ പറയും ഞാനിത് എന്തെങ്കിലും അടുപ്പിലിടും, ഉമ്മാക്ക് ഇഷ്ടമല്ല പറയും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ താത്ത, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എൻ്റെ താത്തൻ്റെ ഫഹദ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് ഇതൊരു മുതലാണ് മോളെ പറയുള്ളൂ ഈ ഡ്രസ്സ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ പറയാം, അപ്പൊ ഒരു 2011 മേടിച്ചതാണിത്. അപ്പൊ ഇപ്പൊ എത്രയായി? 8-9 ആയില്ലേ? 2009 ആയില്ല. അപ്പൊ 8 വർഷമായില്ലേ? 8 വർഷമായി. ഈ ഡ്രസ്സിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി. എന്ത് കളർഫുൾ ആണ്, എന്ത് ഭംഗിയാണ് കാണാൻ. ഈ ഷാള് പക്ഷെ ഇതിലല്ല കേട്ടാ. അന്ന് ഇതുപോലെ ഒരു ചുവപ്പ് ഷാൾ തന്നെയാണ് അതിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 ദിർഹത്തിന്റെ ഒരു ചുവപ്പ് ഷാൾ തന്നെ അതിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേടുവന്നു പോയി. അത് ഞാൻ ഒഴിവാക്കി. അത് പെട്ടെന്ന് ഇങ്ങനെ നൂലൊക്കെ പൊങ്ങി ഇങ്ങനെ കേടുവന്നു പോയി. ഈ ഷോൾ എന്ന് പറഞ്ഞാൽ ഇത് കല്യാണത്തിന് മുമ്പേ ഉള്ളതാണ്. ഇത് ഒരു ചുങ്കിടി ടൈപ്പ് ഷാളാണ്, ഒരു ജോർജറ്റ് പോലത്തെ ഒരു ഷാളാണ്. ഇത് കേടുവരാത്ത ഷാളാണ്. അപ്പൊ ഞാനത് ഇതിലേക്ക്, പക്ഷെ ഇതിലേക്ക് ഒരു പാവാടയും കുപ്പായും വേറെ ഉണ്ടായിരുന്നു, ഒരു മിഡിയും ടോപ്പും വേറെ ഉണ്ടായിരുന്നു. ആ മിഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള മിഡി. അത് ബാബുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചുവപ്പിൽ ഗോൾഡൻ കളർ പ്രിന്റ് ആയിരുന്നു, പെയിന്റിങ് ആയിട്ട് ഒരു കോട്ടൺ ചുങ്കിടിയൊക്കെ പോലത്തെ ഒരു പാവാടയായിരുന്നത് മിഡി. അതൊരു കല്യാണത്തിന് 1 വർഷം 2 വർഷം മുമ്പേ പെരുന്നാളിന് മേടിച്ചിരുന്നത്. അപ്പം അതേപോലെ തന്നെ അത് പിന്നെ അന്ന് ഞാൻ ഷാർജയിൽ വന്നപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2011, 12, 13 കാലത്ത് ഞാൻ ഷാർജയിൽ ഉണ്ടായിരുന്നത് ബാബുവിന്റെ കൂടെ. അപ്പം അന്ന് ഞാൻ ഇതുപോലെ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ശരിക്കും അതിപ്പോ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഞാനത് ഞാൻ വിപിഎങ്ങളിൽ വീട്ടിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ അത് കേട് വന്ന് പോവുകയാണ് ചെയ്തത്. അപ്പം തള്ളല്ല കേട്ടോ. അപ്പൊ എന്റെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകൾക്ക് അറിയാം എന്റെ ഒരു ക്യാരക്ടർ, ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയാം. അപ്പൊ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും, എല്ലാ പിന്നെ എന്താ പറയാ, എല്ലാ പിന്തുണ എല്ലാരും ഇനിയും നൽകി. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇനി കാണുന്ന വ്യൂവേഴ്സ് ഒക്കെ സബ്സ്ക്രൈബ് ഒക്കെ തന്ന് ഒരുപാട് ഇനിയും എന്നെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിനീതമായി അപേക്ഷിക്കുക എന്നൊക്കെ പറയാം. അപ്പം ഇനി അടുത്ത നല്ല വീഡിയോകൾ ഇനി ഇൻഷാല്ലാ ഞാൻ ഇവിടെ ദുബായിൽ നിന്ന് ഷാർജയിൽ നിന്നൊക്കെ കുറെ വ്ളോഗൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഹോം ടൂറും വ്ളോഗൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇൻഷാല്ലാ അടുത്ത ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.